Hello everyone, എല്ലാവർക്കും എന്നോടൊപ്പം എൻ്റെ അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രഞ്ച് ടോസ്റ്റ് ആണ്. അപ്പോൾ സാധാരണ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു വിഭവമാണ് ഫ്രഞ്ച് ടോസ്റ്റ്. പക്ഷേ ഇന്നത്തെ ഫ്രഞ്ച് ടോസ്റ്റ് ഒരു ട്വിസ്റ്റോട് കൂടിയതാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കാണാം. അതിന് വേണ്ട എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് 4 പീസ് ബ്രിയോഷ് ബ്രെഡാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ ട്രയാങ്കിൾ ആയിട്ട് മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും കുറച്ച് സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ബ്രെഡാണ്. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ പാലിൽ മുക്കുമ്പം അതങ്ങനെ അലുത്ത് പോവാതെ നന്നായിട്ടിരിക്കും. ഇതില്ല എന്നുണ്ടെങ്കിൽ റെഗുലർ വൈറ്റ് ബ്രെഡ് എടുത്താൽ മതി. തിക്കർ പീസസ് ആണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇത് ഉണ്ടാക്കാനായിട്ട്. 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചോക്ലേറ്റ് ചിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അവസാനം ഞാൻ കാണിക്കാതെ എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത്. പിന്നെ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ 2 ടേബിൾ സ്പൂൺ മതി. കാരണം ചോക്ലേറ്റും കൂടി വരുമ്പോൾ മിക്കവാറും കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒത്തിരി കൂടുതൽ മധുരമായി പോകും. പിന്നെ പാലിന് പകരം ഞാൻ ഹെവി വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടി ഒരു കസ്റ്റർഡ് ഫീൽ ഉണ്ടാവും നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റിന്. ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ പാൽ ഉപയോഗിച്ചാൽ മതി. ഫുൾ ക്രീം മിൽക്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് പട്ടയുടെ പൊടി അല്ലെങ്കിൽ സിന്നമൺ പൗഡർ വേണം, വാനില വേണം. അതാണ് ഇന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വയ്ക്കാം. നമ്മൾ ഇതിലേക്ക് 1 കപ്പ് ഹെവി വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്യണത്. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കി ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമ്മൾ മുട്ട ഇട്ടാൽ മതി. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ സിന്നമൺ പൗഡറും അതുപോലെ തന്നെ ഏകദേശം ഒരു 1 ടീസ്പൂണോളം വെനില എക്സ്ട്രാക്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മെഷർ ചെയ്യണില്ല, പക്ഷേ ഏകദേശം 1 ടീസ്പൂണാണ് വേണ്ടത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മധുരം പോരെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട ചേർക്കാം. അപ്പം ഇൻ കേസ് നമുക്കൊരു ടേസ്റ്റിന് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. നല്ല മധുരമുണ്ട് ഇതിന്. അപ്പോൾ ഇതിന് കൂടുതൽ ഒട്ടും ചേർക്കണ്ട. 2 ടേബിൾ സ്പൂണാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ മുട്ട ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇൻ കേസ് എന്തെങ്കിലും അഴുക്കോ അങ്ങനെ എന്തെങ്കിലും മുട്ട കേടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് ബാച്ച് മുഴുവനായിട്ട് പോവില്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം, നമ്മൾ പാലൊഴിക്കുന്നതിലും നല്ല തിക്കാണ്. നമ്മൾ ഹെവി ക്രീം യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റേർഡ് ടേസ്റ്റ് വരും നമ്മൾ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമ്മുടെ ബ്രെഡ് പീസസ് അതിൽ ഡിപ്പ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് വെക്കുവാണ്. നന്നായിട്ട് ഇത് ഡിപ്പ് 2 വശവും ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനൊരു മീഡിയം തീയിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കൂടെ കരിഞ്ഞു പോകും. നമ്മളിതെല്ലാം ഒന്ന് ഫ്ലിപ്പ് ചെയ്യാൻ പോവാണ്. ഇനി ഏകദേശം ഒരു 2 മിനിറ്റ് അപ്പുറേ വശം കൂടി മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്, ഈ മൂത്ത ഭാഗത്തേക്ക് നമ്മളൊരു കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പോവാണ്. ഇതിപ്പോൾ ഞാൻ 4 പീസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 പീസിലാണ് ഞാനിത് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇത് സെമി സ്വീറ്റ് ആണ്, അങ്ങനെ ഒരുപാട് മധുരമില്ല.
ഇതിന് പകരം ന്യൂട്ടെല്ല വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ്, നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എന്താണോ അത് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് നട്ട് മിക്സ്ചർ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇതൊന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം നമുക്ക് കാണാം ഈ ചോക്ലേറ്റ് ചിപ്പ് പതുക്കെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴത്തേക്കും നമ്മളുടെ അപ്പുറത്തെ പീസിൻ്റെ അപ്പുറത്തെ സൈഡും മൂത്ത് തുടങ്ങും. അപ്പോൾ ഇത് ഇത്തിരി കൂടി ആവാനുണ്ട്, ഒരു 2 മിനിറ്റും കൂടി. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ നന്നായിട്ട് ഇങ്ങനെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന മറ്റേ പീസ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കും, ഒരു സാൻഡ്വിച്ച് പോലെ. ഇതിപ്പോൾ ഓൾറെഡി നല്ല ചൂടായതുകൊണ്ട് ഇത് പെട്ടെന്ന് മെൽറ്റ് ആവും. എന്നിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്റ്റഫ്ഡ് ഫ്രഞ്ച് ടോസ്റ്റ് സാൻഡ്വിച്ചസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വരുന്നത് എൻ്റെ ക്യാമറാമാനാണ്. ആരാന്നറിയാവോ? എൻ്റെ മകനാണ് ജോഷുവ. സോ അവൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഫ്രഞ്ച് ടോസ്റ്റ്. നമുക്ക് നോക്കാം അതെങ്ങനെയുണ്ടെന്ന്. അവൻ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് പറയട്ടെ. വെരി ടേസ്റ്റി. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ വണ്ടർ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് എടുത്ത് വെച്ചു. അതിൻ്റെ പുറത്ത് കുറച്ച് പൗഡേർഡ് ഷുഗറും ബ്ലൂബെറി ഇട്ടിട്ടുണ്ട്. മേപ്പിൾ സിറപ്പോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് വിളമ്പാവുന്നതാണ്. അപ്പോൾ ഒരുപാട് നിങ്ങളുടെ മധുരം അനുസരിച്ച്, അപ്പോൾ എന്തെങ്കിലും സിറപ്പൊക്കെ ഒഴിക്കുമ്പോൾ കൂടുതൽ മധുരമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ ഇത് വളരെ ചോക്ലേറ്റ് ഫിൽഡ് ആണ്. ഇപ്പോൾ നമ്മളിങ്ങനെ മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ചോക്ലേറ്റ് ഇങ്ങനെ ഇത് ചെയ്യുന്നത് നമുക്ക് കാണാം. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത തവണ ഇതുപോലൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും എൻ്റെ അടുക്കളയിൽ കാണും വരെ എല്ലാവർക്കും ബൈ.